അതിർത്തികൾ ഭൂപടത്തിലെ വെറും വരകളല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അടയാളങ്ങളാണ്. ആ ഇച്ഛാശക്തി കൃത്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് എത്തുന്നവരെ ഇനി നീണ്ട കോടതി നടപടികളിലേക്ക് വിട്ട് സമയം കളയില്ലെന്നും അവരെ നേരിട്ട് അതിർത്തി രക്ഷാസേനയായിട്ടുള്ള BSF കൈമാറി തിരിച്ചയക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇന്ത്യയുടെ സോഫ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മൃദു സമീപന നയങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു ദേശീയ സുരക്ഷാ നയത്തിലേക്കുള്ള വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണത്. മെയ് 20 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിർദ്ദേശപ്രകാരം ബംഗാൾ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും കസ്റ്റഡിയിലെടുക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കോടതികളിൽ ഹാജരാക്കേണ്ടതില്ല. പൗരത്വ ഭേദഗതി നിയമം പ്രകാരം പൗരത്വത്തിന് അർഹതയില്ലാത്തവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്ക് ഭക്ഷണവും മറ്റു പ്രാഥമിക സൗകര്യങ്ങളും നൽകി നേരിട്ട് അതിർത്തിയിലെ BSF ഔട്ട്പോസ്റ്റുകളിൽ എത്തിക്കണം. അവിടെ നിന്ന് അവരെ നേരിട്ട് നാടുകടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഡിറ്റക്ട് ഡിലീറ്റ് റിപ്പോർട്ട്, അതായത് കണ്ടെത്തുക, ഒഴിവാക്കുക, നാടുകടത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അടിയന്തര നടപടി. ഈ പ്രക്രിയയുടെ പ്രതിവാര റിപ്പോർട്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറാനും DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശുമായി ഏറ്റവും നീളമേറിയ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1971 യുദ്ധകാലം മുതൽ ആരംഭിച്ച അനധികൃത കുടിയേറ്റം പിന്നീട് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ വലിയൊരു വോട്ട് ബാങ്ക് തന്ത്രമായി മാറി. മുൻപ് ഭരിച്ചിരുന്ന മമതാ ബാനർജി സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ കടന്നുകയറ്റത്തിന് നേരെ സൗകര്യപൂർവ്വം കണ്ണടച്ചു. 2016 പാർലമെന്റിൽ നൽകിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് 2 കോടിയോളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ട്. ഈ ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റം അതിർത്തി സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെയും സുരക്ഷയും ദോഷകരമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിച്ചതും പുതിയ കടുത്ത തീരുമാനങ്ങളിലേക്ക് സർക്കാരിനെ നയിച്ചതും. ബംഗാളിന് തൊട്ടടുത്തുള്ള അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സമാനമായിട്ടുള്ള പുഷ് ബാക്ക് തന്ത്രം നേരത്തെ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. വിദേശികളായി പ്രഖ്യാപിക്കപ്പെടുന്നവരെ തടങ്കൽ പാളയങ്ങളിൽ അനിശ്ചിതമായി പാർപ്പിക്കുന്നതിന് പകരം അതിർത്തി കടത്തി വിടുന്ന രീതിയാണ് അസം സ്വീകരിക്കുന്നത്. എന്നാൽ ഈ കടുത്ത തീരുമാനങ്ങൾ വലിയൊരു നിയമയുദ്ധത്തിന് കൂടി വഴി തുറക്കുന്നുണ്ട്. 1946 ഫോറിനേഴ്സ് ആക്ട് 14A സെക്ഷൻ 14A പ്രകാരം അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കി കുറ്റം തെളിയിക്കുകയാണ് സാധാരണ രീതി. എന്നാൽ ഇതിന് വർഷങ്ങൾ എടുക്കും. ഇതിനു പകരമായാണ് 2025 ഏപ്രിലിൽ പാർലമെന്റ് പാസാക്കിയ പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 മുൻനിർത്തി പുതിയ നിർദ്ദേശങ്ങൾ വരുന്നത്. എങ്കിലും കോടതിയുടെ മേൽനോട്ടമില്ലാതെ പോലീസിനോ സേനയ്ക്കോ ഒരാളെ വിദേശിയായി മുദ്രകുത്തി നാടുകടത്താൻ അധികാരമുണ്ടോ എന്ന ചോദ്യം നിയമവിദഗ്ധർ ഉയർത്തുന്നുണ്ട്. തെറ്റായ വ്യക്തികളെ തിരിച്ചറിയാനുള്ള സാധ്യതയും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ തർക്ക വിഷയമാണ്. നിയമപരമായിട്ടുള്ള തർക്കങ്ങളും ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ സങ്കീർണതകളും നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനും ജനസംഖ്യാ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഏതൊരു പരമാധികാര രാഷ്ട്രത്തിനും അവകാശമുണ്ട്. നിയമ സംവിധാനങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. എന്നാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ബംഗാളിലെ സുവേന്ദു സർക്കാർ. കാരണം സ്വന്തം രാജ്യത്തേക്ക് ആര് വരണം, ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തന്നെയാണ് പരമാധികാരത്തിന്റെ യഥാർത്ഥ ലക്ഷണം. ന്യൂസ് ഡെസ്ക് കേരളം.